ഗായകൻ കൂടിയായ നിരുപ്രഭയെ ക്ലബിന്റെ പേരിലും വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നമ്മുടെ മുഖ്യാതിഥി സായറാത്താനെ ഞാൻ കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രവർത്തനങ്ങളിൽ ക്ലബിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഭാരവാഹികളായ ക്ലബിന്റെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വളരെ സന്തോഷം. വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ഈ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു കായിക കൂട്ടായ്മ ട്രാക്ക് ഫോഴ്സ് എന്നുള്ള പേര് അത് ഈ പ്രദേശത്ത് മാത്രമല്ല ജില്ലകൾക്കപ്പുറത്തും ഒക്കെ ട്രാക്ക് ഫോഴ്സിനെ കുറിച്ച് കാര്യമായി അറിയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ട്രാക്ക് ഫോഴ്സിന്റെ ഒരു ഭാഗമായിരുന്നു. വളരെ ചെറുപ്പത്തിൽ ഈ ക്ലബിൽ കളിക്കാനോ ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ജ്യേഷ്ഠന്മാരും പലരും ഈ ക്ലബിൽ അംഗങ്ങളായിരുന്നു. അപ്പോൾ അന്ന് മുതൽ വളരെ സന്തോഷത്തോടെ ഈ ക്ലബിന്റെ ഭാഗമായിരുന്നു. ഇന്നിപ്പോൾ ഈ ക്ലബിന് സ്വന്തമായിട്ടൊരു ആസ്ഥാനം വേണ്ടതിന്റെ ആവശ്യകത നേരത്തെ ഫൈസലൊക്കെ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നുള്ള രീതിയിലും സാമൂഹികമായിട്ട് പല കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു ധൈര്യമുള്ള ഒരുപറ്റം യുവാക്കൾ ഉള്ള ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സംഘം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു പാരമ്പര്യവും ശേഷിയും ഈ കൂട്ടായ്മയ്ക്കുണ്ട്. എന്തായാലും വളരെ ചെറിയൊരു സമയത്തിനുള്ളിൽ ഇത്തരത്തിലൊരു സംരംഭം, ഒരു കൂട്ടായ്മ, ഒരു ആസ്ഥാനം ഉണ്ടാക്കിയെടുത്തതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആദ്യമേ ഞാൻ ഒരു നന്ദി പറയുന്നു. എന്തായാലും ഞാൻ ഇതിലെ ഓരോ അംഗങ്ങളെ പ്രത്യേകിച്ച് പറയുന്നില്ല, സമയപരിമിതി ഉണ്ട്, പിന്നെ ഇതൊരു ചെറിയ പരിപാടിയാണ്. അപ്പൊ എന്തായാലും ഈ ക്ലബിന്റെ ഒരു അംഗം എന്നുള്ള നിലയിലും ഈ നാട്ടുകാരൻ എന്നുള്ള നിലയിലും ഈ ഉദ്ഘാടന ചടങ്ങിൽ എത്തിച്ചേരാൻ കഴിയുന്നതിൽ ഉദ്ഘാടനം ചെയ്യാൻ കഴിയും ഒക്കെ വലിയൊരു അഭിമാനമായിട്ട് കരുതുന്നു. എന്തായാലും ഔപചാരികമായിട്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി. നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ, നമ്മുടെ നാടിന്റെ അഭിമാനവും കൂടിയായ നമ്മളതിന്റെ അധ്യക്ഷൻ സലീം, സ്വാഗതം പറഞ്ഞ സലീം, അധ്യക്ഷനായ രക്ഷാധികാരിയായ ഫൈസൽ, ബാക്കി പ്രിയമുള്ള അംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ട്രാക്ക് ഫോഴ്സ് അംഗങ്ങളുടെ ഏറ്റവും ഒരു ആഗ്രഹമായിരുന്നു നമ്മളെ ക്ലബിലൊരു ആസ്ഥാനം എന്നുള്ളത്. ആ സ്വപ്നം മുഴുവൻ പൂർത്തീകരിച്ചിരിക്കുകയാണ്. 10-30 വർഷമായി നമ്മളെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ക്ലബും കൂടിയാണ്. നമുക്ക് നമ്മളെ എടുത്തു പറയാച്ച് നമുക്ക് നമ്മുടെ കുട്ടികളെ ഒരുപാട് നല്ല കളിക്കാരെ നമുക്ക് വാർത്തെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നമുക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് നിങ്ങൾ മുൻകൈ എടുക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് നല്ല കളിക്കാരെ വാർത്തെടുക്കുകയും ചെയ്യണം. അപ്പോൾ മറ്റുള്ള ചാലിശ്ശേരി പഞ്ചായത്തിലെ മറ്റുള്ള GCC ക്ലബ്ബ് പോലെയും മാർബൽ ക്ലബ്ബ് പോലെ അതിലുപരി മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ കൂടി ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അടുത്തതായി സിഗിലിന് ഒരു മൊമെന്റോ നൽകുന്നതിനായി സായറാത്താൻ അവരെ കുറിച്ച് ഉദ്ഘാടനത്തിനായ നമ്മുടെ മുക്കൂട്ടയുടെ പ്രിയങ്കരനായ
ബഹുമാനായ എനിക്ക് പ്രിയ സഹോദരനും കാശ്മീർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മുക്കൂട്ട വാർഡ് മെമ്പറുമായ മറ്റ് ട്രാൻസ്പോർട്ട് സ്കൂളിൻ്റെ ഭാരവാഹികളെ സുഹൃത്തുക്കളാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 28 വർഷം മുമ്പാണ്, അതായത് 96 മറ്റുമാണ് ഇങ്ങനെ ഒരു ക്ലബ് രൂപീകരിക്കുന്നത്. അന്ന് ട്രാക്ക് ഫോഴ്സ് അഥവാ കളിക്കളത്തിലെ പടയാളികൾ എന്ന ഒരു പേര് ഈ ക്ലബിന് നൽകാൻ സാധിച്ചു എന്നത് വളരെ സന്തോഷത്തോടു കൂടി ഈ സമയത്ത് ഓർക്കുന്നത്. സത്യത്തിൽ അന്ന് ക്ലബ് രൂപീകരിച്ച് ഞാനൊക്കെ ഗൾഫിൽ പോയെങ്കിലും ഇന്ന് ഇതുപോലെ ഏറ്റവും സജീവമായിട്ട് ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നു എന്ന് അതിന് വളരെ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ സാധാരണ ചെറുപ്പക്കാരൊക്കെ സ്മാർട്ട് ഫോണിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒഴുകി അവരുടെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ അവർ കളിക്കളത്തിലിറങ്ങി നാടിനും സമൂഹത്തിനും ഉപകാരപ്രദമായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിലും കലാകായിക പ്രവർത്തനത്തിലും ഒഴുകി എന്നത് വളരെയധികം സന്തോഷം. തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് കാരണക്കാരനായ ഒരാൾ എന്ന അതുപോലെ തന്നെ ഇനിയും ഈ പ്രസ്ഥാനം മുന്നോട്ട് പ്രവർത്തിക്കട്ടെ. ആ പ്രവർത്തനത്തിന് എൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും എന്ന് മാത്രം ഇവിടെ അറിയിച്ചുകൊണ്ട് എന്നെ ഈ പരിപാടിക്ക് ക്ഷണിക്കുന്നതിൽ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമ്മതിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിന്റെ അധ്യക്ഷത ഉദ്ഘാടകൻ പ്രിയ സുഹൃത്തുക്കളെ, മുഖ്യാതിഥി സായിറാം, ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്ത് പോകുന്ന പ്രിയ സുഹൃത്ത് ട്രാക്ക് ഫോഴ്സിന്റെ സ്ഥാപക മെമ്പർ കൂടിയായ ഫൈസൽ, മറ്റു ക്ലബ് അംഗങ്ങൾ, എത്രയെന്നാലും വളരെ വലിയ ഒരു സന്തോഷമാണ് ഈ പെരുന്നാൾ. ഇവർ പറഞ്ഞതുപോലെ തന്നെ പോലെ ക്ലബ് ഉണ്ടാക്കാൻ വേണ്ടി ഇസ്മായിൽ ഖാനെ സമീപിച്ചതല്ല സാഹചര്യം. അന്നത്തെ മുക്കൂട്ടയിലൊരു ക്ലബ് ഉണ്ടായിരുന്നു, മാസ്ക്. അത് കുറച്ചുകൂടി വലിയ ആൾക്കാരുടെ ഇതായിരുന്നു. അന്നത്തെ യുവനിര, അന്നത്തെ ഞങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ അന്ന് ഇവർക്ക് കീഴിൽ വന്നപ്പോൾ ഞങ്ങൾ ഈ ബിൽഡിങ്ങിന്റെ, അതാണ് ഇതിന്റെ രസം, ഈ ബിൽഡിങ്ങിന്റെ വാർപ്പിന്റെ മുകളിൽ കൂടിയ യോഗത്തിൽ ആണ് ഒരു ക്ലബ്ബ് എന്ന ആശയം വരുന്നത്. അത് ആ ക്ലബിനൊരു പേര് നിർദ്ദേശിക്കാൻ ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞ സമയത്ത് പലരും പല പേരുകൾ നിർദ്ദേശിച്ചപ്പോൾ എവിടെയും ഇല്ലാത്തതും പുതുമയായ ഒരു പേര് വേണം നമ്മുടെ ക്ലബിന്. എല്ലാ പേരുകളും പഴമയുള്ളതും എല്ലാവരും ഇട്ട് പഴക്കം ചെന്നതുമായതുകൊണ്ട് തന്നെ പുതിയ പേരിന് വേണ്ടി ആവശ്യപ്പെട്ടതാണ് ട്രാക്ക് ഫോഴ്സ് എന്നൊരു വാക്ക്. അന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത ക്ലബിന്റെ ഒരു പേര്. ശരിക്കും പറയുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള പ്രയാണത്തിൽ ആ പേര് തന്നെയായിരുന്നു ട്രാക്ക് ഫോഴ്സിനെ മുന്നോട്ട് നയിച്ചത്. കാരണം ഇതിന്റെ ക്ലബിന്റെ ചരിത്രം പറഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കാൻ മാത്രമായിട്ടൊരു ക്ലബായിരുന്നു ട്രാക്ക് ഫോഴ്സ്. അതിന് കാരണക്കാരൻ ഇവിടെ എത്തിയിട്ടുണ്ട്, നൗഷാദ്. തൃശ്ശൂരിൽ നിന്ന് വന്ന നൗഷാദാണ് നമ്മുടെ മുക്കൂട്ടയ്ക്ക് ക്രിക്കറ്റിനെ പരിചയപ്പെടുത്തിയിരുന്നത്. നൗഷാദും അനിയൻ ദിൽഷാദും കൂടിയിട്ടാണ് ക്രിക്കറ്റ് കളി എന്താണെന്ന് മുക്കൂട്ടയെ പഠിപ്പിക്കുന്നത്. അതുവരെ പുറമെയുള്ള സ്ഥലങ്ങളിൽ ക്രിക്കറ്റ് കളി വളരെ അപൂർവമായിട്ടാണ് ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരുന്നത്. ഫുട്ബോൾ മാത്രം നടന്നിരുന്നത്. ഇപ്പോൾ നമ്മുടെ നൗഷാദ് മെലഡി നൗഷാദ് നല്ല ഫുട്ബോളിനെ ഏറ്റവും കൂടുതൽ നയിക്കുന്ന ഇപ്പോൾ തമാശ രൂപയുള്ള നൗഷാദിനോട് പറഞ്ഞു മുക്കൂട്ടയിലെ ഫുട്ബോളിനെ കൊന്ന വ്യക്തിയാണ്. കാരണം അത്രയ്ക്കും ക്രിക്കറ്റ് പ്രചാരത്തിലേക്ക് വരുന്ന സമയത്ത് ക്രിക്കറ്റിനെ കൊണ്ടുവന്ന് ക്രിക്കറ്റിന് വേണ്ടി ഒരു ക്ലബ്. മറ്റു നമ്മളന്ന് ടൂർണമെന്റ് വെക്കുമ്പോഴും ട്രാക്ക് ഫോഴ്സ് മുക്കുള്ള സ്വന്തമായി വെക്കുന്ന ടൂർണമെന്റിൽ കളിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. 3 ത്രിജില്ലാ ടൂർണമെന്റ് വെക്കുമ്പോൾ പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടിയിട്ട് മണ്ണാർപ്പുറത്ത് കളിച്ചിരുന്നത്, തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി കടവല്ലൂർ, മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഓപ്പുര. ഈ 3 ജില്ലകളെ പ്രതിനിധീകരിക്കുമ്പോൾ പോലും നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ, കാരണം ആകെ നൗഷാദിനെ ബേസ് ചെയ്തിട്ടാണ് ക്രിക്കറ്റ് കൊണ്ടുപോയത്. പിന്നീട് നൗഷാദ് പഠിപ്പിച്ച പാഠങ്ങളിലൂടെ മറ്റുള്ളവരെ ഏറ്റവും നല്ല ക്രിക്കറ്റ് പ്ലെയറായി മാറിയതാണ് ഫൈസൽ. ഇപ്പോൾ ഇവിടെ പരിപാടി കൊണ്ടിരിക്കുന്നത് ഏറ്റവും നല്ല പേസ് ബൗളറായിരുന്നു. ഏതൊരു പ്രവർത്തനത്തിനും ഏതൊരു ക്ലബ് മെമ്പർക്കും വേണ്ട ഏറ്റവും വലിയൊരു ഗുണം ആത്മാർത്ഥതയാണ്. ആ ആത്മാർത്ഥതയുടെ 100ൽ വേണമെങ്കിൽ 150 കൊടുക്കാം അതിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരുപാട് പേരുടെ പ്രയത്നത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഫലം തന്നെയാണ് ഇന്ന് കാണുന്ന ട്രാക്ക് ഫോഴ്സ്.
ഒരു ചെറിയ വിമർശനം എന്താണെന്ന് വെച്ചാൽ ഒരു ഘട്ടത്തിന് ശേഷം പുതിയ തലമുറയിലേക്ക് ഒരു പ്ലെയറിനെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വലിയൊരു വേദനാജനകമാണ്. കാരണം ഞങ്ങൾ അവസാനിക്കുന്നതോടുകൂടി വലിയൊരു ടീമാണ് മുക്കൂട്ടയുടെ ക്രിക്കറ്റ് ടീമായിട്ട് വന്നത്. റഹീം, കലീൽ, റഫീഖ്, പ്രശാന്ത്, എൻ്റെ അനിയൻ ഷെരീഫ്, നവാബ്, അങ്ങനെ ഒരു വലിയ ടീം. അതായത് 11 പേരും ക്രിക്കറ്റ് കളിക്കുന്നവർ. ആദ്യം 2-3 പേര് കഴിഞ്ഞാൽ നൗഷാദ് ഫസ്റ്റ് ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നൗഷാദ് ഫസ്റ്റ് ബോൾ ചെയ്ത് കഴിഞ്ഞാൽ ക്രിക്കറ്റ് അവസാനിക്കുന്ന ഇടത്തിൽ നിന്ന് ഘട്ടഘട്ടമായിട്ട് പ്ലെയേഴ്സിനെ പുറത്തുനിന്ന് കൊടുന്ന് കളിപ്പിച്ചിട്ടും ഈ ക്ലബിനെ വളർത്തി കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. ആ ശ്രമം ഒരു ഘട്ടം കഴിഞ്ഞ് നല്ലൊരു ടീമായി മാറിയപ്പോൾ തങ്ങൾക്ക് കീഴെ വരുന്ന പ്രവർത്തകരെ ക്ലബിലേക്ക് കൂട്ടിയോജിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല. ആ കുറവ് ഇനിയുള്ള ഭാരവാഹികൾ നികത്തുമെന്നും തീർച്ചയായിട്ടും വലിയ രീതിയിൽ ഒരു ക്ലബ്ബ് എന്ന് പറയുന്നത് ഒരു നാടിന്റെ മുതൽക്കൂട്ടാണ്. ഇപ്പോ ഫൈസൽ പറഞ്ഞതുപോലെ തന്നെ വളരെ വലിയ രീതിയിൽ കുട്ടികളിലും ചെറിയ കുട്ടികളിലും മയക്കുമരുന്നിന്റെയും മറ്റും കഞ്ചാവ് ഉപയോഗങ്ങളൊക്കെ കൂടുന്ന ഒരു കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയത് ഇത്തരം ക്ലബ്ബുകളുടെയും അവരുടെ പ്രവർത്തനങ്ങൾ മൂലം. കാരണം കുട്ടികൾക്ക് ചെന്നുകുത്തിരിക്കാനോ അവരുടെ വിനോദങ്ങൾക്കോ മറ്റു ഉപാധികളില്ലാതാവുമ്പോഴാണ് അവർ ഇത്തരം മാർഗങ്ങളിലേക്ക് കിടക്കുന്നത്. കായികമായി നിൽക്കുന്ന ഏതൊരു കുട്ടിയും മാനസികമായിട്ടും ഫിറ്റായിരിക്കും. അപ്പോൾ അതിനൊരു കുറവ് വരുത്താൻ നമുക്ക് കഴിയണം. ഇനിയുള്ളത് ഈ കുട്ടികളെ കൂടി ഇനിയുള്ള നമ്മുടെ അടുത്ത തലമുറക്ക് കടന്നു വരാനും അവരിലൂടെ നല്ലൊരു ക്രിക്കറ്റ് ടീമിനെയും ഫുട്ബോൾ ടീമിനെയും വളർത്താൻ. ഇപ്പോൾ ഇതിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി സെലീനോട് പറഞ്ഞു, ഇവിടെ ഫുട്ബോൾ ടൂർണമെന്റുകൾക്ക് ഫാൻബോൾസിന്റെ പേരിൽ ഒരു ടീമിനെ കളിപ്പിച്ചു. അത് പുറമെ നിന്ന് ഒരു ടീമിനെ കൊണ്ടുവന്നിട്ടാണ് കളിപ്പിച്ചത്. കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. കാരണം ഞാൻ കൂടി അതിന് ഉത്തരം പറയേണ്ട ഒരാളാണ്. കാരണം മുക്കൂട്ടയുടെ ചരിത്രത്തിൽ ഒരു ഫുട്ബോൾ ഒരു പ്ലെയറിനെയും വിളിക്കേണ്ട ഗതികേട് വന്നിട്ടില്ല. ഏറ്റവും ബെസ്റ്റ് ഫുട്ബോൾ ടീം ഉണ്ടായിരുന്നത് മുക്കൂട്ടക്കാണ്. കമ്പനിപ്പടി, പൂങ്കാനം കമ്പനിപ്പടി എന്ന ടീം എന്ന് പറയുന്നത് വേർപൂട്ട രംഗത്തെ GCC-ക്കൊപ്പം നിലനിന്നിരുന്നൊരു ടീമാണ്. എത്രയോ നല്ല പ്ലെയേഴ്സുകളെ, എത്രയോ നല്ല കളിക്കാരുണ്ടായ സ്ഥലത്ത് നിന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ കടന്നു പോകാൻ പാടില്ല. ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും നമ്മുടെ പ്രദേശത്ത് അതിന് കഴിവുള്ള പ്ലെയേഴ്സ് ഉണ്ടാവും. അവരെ കണ്ടെത്തി അവരെ ക്ലബുമായി യോജിപ്പിച്ച് നമ്മൾ ഫണ്ട് കളക്ഷനോ എന്ത് വേണേ അത് ഇതിന്റെ സീനിയറായിട്ട് ഒരുപാട് പ്രാക്കോഴ്സിന്റെ മുൻ താരങ്ങളുണ്ട്. ബിനോന്റെ അനിയൻ, പിന്നെ ഒരു ഷിജുദാന, ഒരുപാടുണ്ട്. അത് ഇതിന് മുന്നിലുള്ളവരോട് പറഞ്ഞ അവരുടെ ലിസ്റ്റ് എടുത്ത് അവരിൽ നിന്നൊക്കെ മെമ്പർഷിപ്പ് ഒരു വാർഷിക സ്വീകരിച്ച് ഈ പറയുന്ന ഇസ്മായിലിക്ക് നൗഷാദ് ഇവരൊക്കെ ഇതിന്റെ ഭാഗമായവർ അവരൊക്കെ നൽകും. ഒരു വർഷത്തേക്ക് ഒരു 500 രൂപ നൽകാൻ ചോദിച്ച് അവരൊക്കെ തരും. അതിന്റെ മുകളിൽ വലിയൊരു ഫണ്ട് കളക്ഷൻ ഉണ്ടാക്കി അതിന്റെ പിന്നിൽ ഈ കുട്ടികളെ ട്രെയിൻ ചെയ്യിച്ച് ക്രിക്കറ്റ് ഫുട്ബോളിനും സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്ത് മുമ്പോട്ടേക്ക് വരും തലമുറയ്ക്ക് ഇനി നമ്മൾ അവർക്ക് കൈമാറി അവരിൽ നിന്ന് മറ്റൊരാൾ കൈമാറുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ടീമായിട്ട് പ്രാക്ടീസ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ ഈ ഒരു ഉദ്യമത്തിന് പ്രവർത്തിച്ച എല്ലാ ഭാരവാഹികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അതിൽ തന്നെ ഈ ഭൂപാതകം ആശംസകൾ എങ്ങനെ അർത്ഥത്തിൽ അർത്ഥം വെച്ചാൽ നന്ദി പറയാൻ നമ്മളെ ഒരുപാട് തിരക്കെടുപ്പുകളിൽ നമുക്ക് വേണ്ടി ഇന്ന് ഉദ്ഘാടനം ചെയ്യാനുള്ള നിഖിൽ പ്രഭയെ നമുക്ക് വളരെയധികം അദ്ദേഹം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചിട്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. നമ്മുടെ ക്ലബില് പുറത്ത് വിദേശത്ത് പരിപാടി ഞാൻ പോകും, പുറത്ത് നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലബിന്റെ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു പരിപാടി ഏറ്റെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനോട് അദ്ദേഹത്തോട് പ്രത്യേക നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തോട് പ്രത്യേകം എടുത്തു പറയാൻ അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഈ പെരുന്നാളിനൊക്കെ നമ്മളോട് നമ്മുടെ പരിപാടികൾ പങ്കെടുത്ത നമ്മുടെ വാർഡ് മെമ്പറും അതിലുപരി ചാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സായനാഥിയോട് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇസ്മൈൽ ടെക്സ്രായൽ അദ്ദേഹത്തിനോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മളെ ക്ഷണിച്ച ആളുകൾ തന്നെയാണ്. അതുപോലെ ഞങ്ങളുടെ മുൻ ക്യാപ്റ്റന്മാരായ നൗഷാദ് കൂടി അദ്ദേഹത്തിനോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നൗഷാദ് കെയും അദ്ദേഹത്തിനോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ക്യാപ്റ്റനായ റഫീഖ അദ്ദേഹത്തിനോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ
അതായത് സുഹൃത്തുക്കളോടും ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഞങ്ങളുടെ ക്ലബ്ബ് സെക്രട്ടറി റഫീഖ് അദ്ദേഹത്തിനോടും ഇതിനു വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. പ്രസിഡന്റ് സെലി അദ്ദേഹത്തിനോട് അവർ ഒരുപാട് കാര്യങ്ങൾ ഈ ക്ലബിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിലുപരി ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളതാണ് ഷെരീഫ് അയ്യമാണ്. ഈ ഷെരീഫ് അയ്യം എന്ന ആൾ അത്രയും ഉപരി നന്ദി പറയാൻ കാരണം ഒരു 10-20 കിലോ വെയിറ്റ് വരുന്ന ഒരു ബെഞ്ച് ഒരു 200 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് അത് ബൈക്കിൽ അത് ഏറ്റി പിടിച്ചുകൊണ്ട് അദ്ദേഹം വന്നത് വളരെ വളരെ ചരിത്രം തന്നെയാണത്. അത് അദ്ദേഹത്തിനോട് ആ അവസരത്തിൽ അതിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ നാട്ടുകാരോടും കുഞ്ഞു മക്കളോടും എല്ലാവരോടും ഈ അവസരത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി രേഖപ്പെടുത്തുന്നു. കുറച്ച് ഇങ്ങോട്ട് കടാ